വല്ലാത്തൊരു ഗതി തന്നെ മക്കളെ നിങ്ങളെ കാര്യം. തല കിട്ടുന്നുണ്ട്. ഇതെന്തൊരു മനുഷ്യരാണോ അത്? മനസാക്ഷി എന്ന് പറയുന്നത് അവർക്കില്ല. കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന എന്നൊക്കെ പറയും. ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അവർ പറയും കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നൊക്കെയാണ് പറയുന്നത്. നമസ്കാരം. ഇലകമണ്ണാണ്. ഇലകമണ്ണ് ഗുരുമന്ദിരത്തിന് അടുത്താണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ജയകൃഷ്ണൻ. ഇവനോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഇവൻ്റെ വീടിൻ്റെ അവസ്ഥ നമ്മൾ ഓഫീസിൽ വന്നിരുന്നു. അവൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. ഇവൻ്റെ വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. മുട്ടോളം ചെളിയാണ്. അത് മാത്രമല്ല നാല് ചുറ്റും വെള്ളമാണ്. വീട്ടിനകത്തേക്ക് അവനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഈ വീട്ടിനകത്ത്. ഷീജ എന്നാണ് അമ്മയുടെ പേര്. അമ്മ ഈ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ഇവനൊരു പമ്പിൽ ജോലി ചെയ്യുകയാണ്. അത്ര ഗതികേടിലാണ് ഈ അമ്മയും മകനും ഇവിടെ കഴിയുന്നത്. മോനെ, ഇത് എപ്പോഴും ഇങ്ങനെയാണോ വെള്ളം? അത് മഴ സമയത്ത് മാത്രമേ ഉള്ളൂ. മഴ സമയത്ത് ആകുമ്പോൾ വെള്ളം അങ്ങ് പൊങ്ങി കയറും. പിന്നെ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. മൊത്തം ചെളിയാണ്. ബൈക്ക് വയ്ക്കാൻ നമുക്ക് വേറെ നിമിത്തിയില്ല. ബൈക്കൊക്കെ എങ്കിലും ഞാൻ വെള്ളത്തിൽ കൂടെയാണ് കൊണ്ട് വയ്ക്കുന്നത്. മൊത്തം ചെളിയും നടക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് തന്നെ വീഴാൻ പോയി, ചെളി കാണാം. പിന്നെ ഇടയ്ക്ക് തന്നെ പാമ്പും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ പാമ്പ് കാണാൻ ഈ ഇടയ്ക്ക് ഇവിടെ ഇതിൽ ഇറങ്ങാൻ പോയപ്പോൾ ഇവിടെ ചവിട്ടാളായിരുന്നു. ഭാഗത്തിന് ചവിട്ടിയില്ല. ഞാൻ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ രാവിലെ ഇറങ്ങും, ജോലിക്കും വീടും. അമ്മ ഇപ്പോൾ എവിടെയാണ്? അമ്മ കൊല്ലത്തിരിക്കുകയാണ്. ഇപ്പം ഒറ്റയ്ക്കാണ് താമസം. ഈ വീട് വെക്കാനായിട്ട് സർക്കാരിൽ നിന്ന് സഹായം മൂലം കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. ഇത് എത്ര വർഷമായി വീട് വെച്ചിട്ട്? നമ്മള് മേടിച്ചതാ, വിലക്ക് വാങ്ങിച്ചതാ. അപ്പൊ അറിയില്ലായിരുന്നു? അറിയത്തില്ലായിരുന്നു. ഈ വെള്ളം കയറും എന്നുള്ള കാര്യം അറിയത്തില്ല. ഞാൻ ഇല്ലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും വന്നാണ് വീട് മേടിച്ചത്. അച്ഛൻ എന്ത് ചെയ്ത്? അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു അവസ്ഥ നിങ്ങൾ പഞ്ചായത്തോ എവിടെയെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഇല്ല, ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു അന്ന്. അതല്ല, നിങ്ങൾ ഈ താമസിക്കുന്ന അന്തരീക്ഷം ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ പഞ്ചായത്തിലോ നിങ്ങളുടെ മെമ്പറുടെ അടുത്തോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മെമ്പറുടെ അടുത്ത് അങ്ങനെ എനിക്കറിയില്ല. മെമ്പർക്ക് അറിയാമോ ഇങ്ങനൊരു അവസ്ഥ ഇവിടെ കൊണ്ടെന്ന്? ഈ വീട്ടിലൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? അറിയാം. എന്നിട്ട് തിരക്കിയിട്ടുണ്ടോ അദ്ദേഹം? തിരക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? ഇത്രയും കാരണം വീടിനകത്തേക്ക് എനിക്ക് തന്നെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. എങ്ങനെയാണ്? മോന് സുഖമല്ലേ? സുഖം. എന്താ അസുഖം? എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. തലയിറക്കം ഇങ്ങനെയൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഞാൻ വീണിട്ടുണ്ട്. ചിലരും പറയും ഞാൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന എന്നൊക്കെ പറയും. ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അവർ പറയുന്നത് തലയിറക്കം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് ഞാൻ കള്ളു കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഡോക്ടർ കാണിക്കുന്നുണ്ട്. അവര് ചിലർ ഡോക്ടർമാർ പറയും എനിക്ക് ഒരു അസുഖമില്ല, ചിലവരും പറയും ഉണ്ടെന്ന്. ആരും പറഞ്ഞതിലും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ആഹാരമൊക്കെ ശരി കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരത്തൊന്നും പിടിക്കുന്നില്ല. ഇവരിവിടെ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3-4 വർഷം കൂടുതലാകുന്നു. ഒരു മനുഷ്യരും സഹായത്തിന് ആരുമില്ല. അന്ന് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട്ട് സഹകരിച്ച് അവരെന്ന് നിവർത്തിയില്ല കിടക്കുന്നതാണ്. ഞങ്ങളെ വീട്ടിൽ വരെയും ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും അവർക്ക് കിടക്കാൻ സ്ഥലങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ചെതലേറി ഞങ്ങൾ കൊച്ചുങ്ങളെ കൊണ്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇവരെ കാര്യം ഓർക്കുകയാണെങ്കിൽ പാവമാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു മനുഷ്യരെ കൊണ്ട്, അതായത് ഈ ഇലകമൺ തെറ്റുകുഴിയിലെന്ന് വെച്ചാൽ ഇവർക്കൊരു സഹായത്തിന് ഒരു ഇതുമില്ല. വെറും പാവങ്ങളത്തെ ഒരു നേരത്തെ ആഹാരം എങ്ങനെ ചെറുക്കൻ കഴിക്കുന്നു എന്നറിഞ്ഞിട്ട് തള്ളയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നു. തന്ത മരിച്ചതിന് ശേഷം പിന്നെ ഒരു മോളുള്ളത് അത് അതിൻ്റെ കാര്യമായിട്ട് അങ്ങ് പോയിരിക്കുന്നു. ദയവായി ഈ കാണുന്ന ജനങ്ങൾ എന്തെങ്കിലും അതിനൊന്ന് സഹായിച്ചാൽ വലിയൊരു ഇതാണ്. സുഖമില്ലാത്തൊരു ഇവിടെയുള്ള ജനങ്ങൾ വരെ അതിനൊക്കെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ കൊറോണ വന്ന സമയത്തൊക്കെ അതിൻ്റെയൊക്കെ ജീവിതം കഷ്ടമായിരുന്നു. ഞങ്ങളിതാ ഇവിടെയൊക്കെയാണ് ആഹാരം അതിനൊക്കെ ഒരു നേരത്തെ ആഹാരം കൊണ്ടൊന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തള്ള സുഖമില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലം കൊട്ടയം ഇവിടെ ഒരു വീട്ടിൽ ഞാൻ തള്ളയെ ജോലിക്ക് കൊണ്ടുവന്ന് ഒരു പ്രസവ കേസിന് കൊണ്ടുവന്ന് ആക്കിയിരിക്കുകയാണ്. അതും വിറച്ച് ഇന്ന് എന്നെ വിളിച്ച് പറയുന്ന കൊച്ചിനെ ആശുപത്രി അഡ്മിറ്റ് ആക്കുകയാണ്. ഞാൻ ഇന്ന് പോവുകയാണ് മോളെ, എനിക്ക് ഒട്ടും വയ്യ, മോളൊന്ന് വരണേന്ന് പറയും. ഇത് കാണുന്നവർ മനസാക്ഷിയുള്ളവർ അതിന് എവിടെയെങ്കിലും ഒരു നേരത്തെ ആഹാരം, വേറെ ഒന്നും വേണ്ട, അതിന് ഒരു നേരത്തെ ആഹാരവും അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ വലിയ പുണ്യമാണ്. ഈ വീട് കണ്ടാൽ തന്നെ ഒരു വെള്ളം കയറി ഈ കൊറോണ വന്ന സമയത്തും ഈ വെള്ളം കയറിയ സമയത്തും ഈ വെള്ളത്തിൽ കിടന്ന് ആ കൊച്ചുങ്ങളടന്ന് നീന്തിയിട്ട് ഒന്നും പഞ്ചായത്താറോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരോ ആരും വന്ന് അതിനൊക്കെ നോക്കിയിട്ടില്ല.
ഇത്രയും ഈ ഇലകമണ്ണിൽ ഉള്ള കഥ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. പക്ഷെ ഇതേപോലത്തെ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതെന്തൊരു മനുഷ്യരാണോ എന്തോ, മനസാക്ഷി എന്ന് പറയുന്നത് അവർക്കില്ല. ഇവിടെ മനസാക്ഷി എന്ന് പറയുന്നത് നല്ലവർക്കില്ല, പക്ഷെ ചള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കിടക്കുന്നത് രാത്രി വരുന്നു പോണു, എന്തൊരു കഴിക്കുന്നു, ഏത് കഴിക്കുന്നു, വല്ലാത്തൊരു ഗതി തന്നെ. അത്രയും പരിതാപകരമായ ഒരു ചുറ്റുപാടിലാണ് ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. കാരണം സുഖമില്ല, അമ്മ ജോലിക്കായിട്ട് വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്, കൊല്ലത്ത് നിൽക്കുകയാണ്. അമ്മ ഈ പ്രസവ ശുശ്രൂഷയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അമ്മ ചെയ്യുന്നത്. അച്ഛനില്ല, അസുഖക്കാരനാണ്. അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാട് ഇതാണ്. ഇവിടുത്തെ മെമ്പർ ആരാണ്? പേരെനിക്ക് അറിഞ്ഞൂടാ, അറിയത്തില്ല. ഇപ്പം എവിടെ മോൻ ജോലി ചെയ്യുന്നത്? ഞാൻ ഇവിടെ പമ്പിലോ? പെട്രോൾ പമ്പിലോ? അവിടെ ശമ്പളമൊക്കെ കിട്ടാറുണ്ടോ? അവിടെ 6500 6500. അതുകൊണ്ടാണ് മോൻ കഴിഞ്ഞു പോകുന്നത്. ഏതുവരെ പഠിച്ചു മോൻ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു അല്ലേ? ഓക്കെ. ഇപ്പം നമുക്കത് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം ആരുടെങ്കിലും ബന്ധപ്പെടണോ? എന്താണ് ഇപ്പം ഈ സ്ഥലവും ഇതും കൂടെ എത്ര സെൻറ്റുണ്ട് സ്ഥലം? കൂടിപ്പോയ ഒരു 4 സെന്റ്. 4 സെന്റ്. എത്ര മുറിയുണ്ട് വീടിനകത്ത്? 2 മുറിയുണ്ട്. അടുക്കളയൊക്കെ ഉണ്ട്. പാമ്പ് സ്ഥിരം കയറാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. അങ്ങോട്ട് ചതുപ്പാണല്ലേ? ഏതായാലും ഈ കുരുന്നിൻ്റെ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ദുഃഖം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഇലകമൺ പഞ്ചായത്തിലെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. കാരണം ഇത്ര ഒരു ഹീനമായ ചുറ്റുപാട്, മീൻസ് അത്രയും മോശപ്പെട്ടൊരു അന്തരീക്ഷത്തിലാണ്, വീടിനകത്തേക്ക് പോലും കയറാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത്. ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിനൊരു പരിഹാരം, അവൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്കൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിസ്മയനസിന് വേണ്ടി ക്യാമറമാൻ വിപിൻ ബ്രൗണിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.